ശൗലിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടി വരികയും ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. യുദ്ധങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അഭിഷേകം ഉള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും. എന്നാൽ അഭിഷേകം നഷ്ടപ്പെട്ടവർ ബലം ക്ഷയിച്ച് പിന്മാറ്റത്തിലേക്ക് മാറ്റപ്പെടും. അഭിഷേകമില്ലാത്തവർ പ്രതിസന്ധികളിൽ തകരുമ്പോൾ അഭിഷേകം പ്രാപിച്ചവൻ പ്രതിസന്ധികളിലും കരുത്തന്മാരായി പുറത്തു വരും. പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടുന്നവനല്ല അഭിഷക്തൻ, പ്രതിസന്ധികളെ ജയിക്കുന്നവനാണ് അഭിഷക്തൻ. പ്രതിസന്ധികളിൽ ബലം ക്ഷയിക്കുന്നവനല്ല അഭിഷക്തൻ, പ്രതിസന്ധികളിൽ ബലം പ്രാപിക്കുന്നവനാണ് അഭിഷക്തൻ. പ്രതിസന്ധികളെ കണ്ട് ഓടുന്നവനല്ല അഭിഷക്തൻ, പ്രതിസന്ധികളെ നേരിടുന്നവനാണ് അഭിഷക്തൻ. പ്രതിസന്ധികൾ അഭിഷക്തന് തകരുവാനുള്ള ഇടമല്ല, വളരുവാനുള്ള ഇടമാണ്.